5S and Kaizen. With ever-changing economic climate, many organizations are periodically adjusting their resources to align with the business strategy. അതായത് 5S and Kaizen എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഓർഗനൈസേഷൻസ് ചെയ്യുന്ന ചില ടെക്നിക്സുകളാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ദിസ് ഓഫൺ റിസൾട്ട് ഇൻ നീഡ് ടു അച്ചീവ് മോർ വർക്ക് വിത്ത് ഫ്യൂവർ റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള ഫ്യൂ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കൂടുതൽ മാക്സിമൈസ് ചെയ്യാനായിട്ട് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കുകളാണ് 5Sഉം അതുപോലെ തന്നെ കൈസൻ ചെയ്യുന്നത് 5S എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ദെൻ റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ദെയർ ബൈ റെഡ്യൂസ് കോസ്റ്റ്. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റും റെഡ്യൂസ് ചെയ്യും. ദിസ് ഈസ് യൂസ് ഓഫ് 5S പ്രിൻസിപ്പിൾസ്. ദിസ് പ്രിൻസിപ്പിൾ ഇഫക്റ്റീവ് ഐഡൻറ്റിഫൈ എലിമിനേറ്റിംഗ് വേസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് എഫിഷ്യൻസി. അതായത് ഈ 5S ഉപയോഗിച്ച് കൈസൻ എന്നുള്ള ടെക്നിക്കാണ് അത് ചെയ്യുന്നത്. 5S എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് അതിൽ ചെയ്യുന്നത് ജാപ്പനീസ് വേർഡ്സാണ് ഈ കൈസൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5S ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്. വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുക, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. അത് ആദ്യകാലങ്ങളിൽ ഈ 5S ജാപ്പനീസ് ടെക്നിക്സാണ്. കൈസനും 5S എന്ന് പറയുന്നത് ജാപ്പനീസ് ടെക്നിക്സാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഹെൻറി ഫോർഡ് 1920 ക്യാൻ ഡു എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് ക്ലീനപ്പ്, അറേഞ്ചിങ്, നീറ്റ്നെസ്, ഡിസിപ്ലിൻ ആൻഡ് ഓൺഗോയിങ് ഇമ്പ്രൂവ്മെൻറ്റ്. അതിനുശേഷമാണ് അവർ ടൊയോട്ട വിസിറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ജാപ്പനീസ് കമ്പനികൾ കൈസൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സം കോമൺലി യൂസ്ഡ് വേർഡ്സ് ഡിസ്ക്രൈബിങ് 5S. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകളാണ് സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡേർഡ് ആൻഡ് സസ്റ്റെയിൻ. ഇത് ജാപ്പനീസ് വേർഡ്സാണ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിനോട്ട് ചെയ്തിരുന്നത്. കൈസൻ വർക്ക്സ് ഓൺ ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ. ഈ കൈസൻ വർക്ക് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ്. കൈസൻ എന്ന് പറയുന്നത് ചേഞ്ച് ഈസ് ഫോർ ഗുഡ്. എന്ത് മാറ്റം കൊണ്ടുവരുന്നതും നല്ലതിന് വേണ്ടിയിട്ട്, നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കൈസൻ എന്നുള്ളത്. അത് ചെയ്യുന്നത് ഏത് വഴിയാണ്, ഈ 5Sലൂടെയാണ് കൈസൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ നോർമലി പറഞ്ഞാൽ അത് സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡേർഡ് ആൻഡ് സസ്റ്റെയിൻ ആണ്. അതിന് നമ്മൾ ജാപ്പനീസ് വേർഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. ജാപ്പനീസ് അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് വഴി ഡിഫക്റ്റുകളൊക്കെ എലിമിനേറ്റ് ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ജാപ്പനീസ് വേർഡുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അത് ഓരോ കൺട്രിയും അവരുടേതായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് അത് ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ അതിലുപയോഗിച്ചിരുന്നതാണ് ഫസ്റ്റ് സെയ്റി എന്ന് പറയുന്നത്, SCIRI. സെയ്റി സ്റ്റാൻഡ്സ് ഫോർ സോർട്ട് ഔട്ട്. അതായത് അവിടെയുള്ള മെറ്റീരിയൽ ആയാലും എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക. നെസസറി, ക്രിട്ടിക്കൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് നീഡ് നൗ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നെസസറി ആയിട്ടുള്ളത്, എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ളത്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നോട്ട് നീഡ് നൗ, ഇപ്പോൾ ആവശ്യമില്ലത്. അങ്ങനെ എല്ലാറ്റിനും മെന്നാണെങ്കിലും മെഷീനാണെങ്കിലും മണിയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സെയ്റ്റൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഓർഗനൈസ് ചെയ്യുക. റിസർച്ച് ചെയ്താൽ എംപ്ലോയീസ് വേസ്റ്റ് ഹാഫ് ഓഫ് ദെയർ പ്രഷ്യസ് ടൈം സെർച്ചിങ് ഫോർ ഐറ്റംസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം പോകുന്നത് സാധനങ്ങൾ അന്വേഷിച്ച് നടന്നിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതാത് ഷെൽഫുകളിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, സെയ്റ്റൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സെയ്സോ എന്ന് പറയുന്നത് ഷൈൻ. ദ വർക്ക് പ്ലേസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇടുക, ഡീകൾട്ടർ ചെയ്യുക. അതായത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അപ്പോൾ അവിടെ നിന്ന് മാറ്റുക, ആവശ്യമുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് അടക്കി ഒതുക്കി വയ്ക്കുക, അതേപോലെ തന്നെ നീറ്റാക്കി ഇടുക. പിന്നെ വരുന്നതാണ് സെയ്ക്കെറ്റ്സു എന്ന് പറയുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ. എവറി ഓർഗനൈസേഷൻ നീഡ് ടു ഹാവ് സർട്ടൺ സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് സെറ്റ് പോളിസീസ് ടു എൻഷുർ സുപ്പീരിയർ ക്വാളിറ്റി. അതായത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോളോ ചെയ്യുക. അതായത് കൃത്യമായ ഒരു ഓർഡർ, ഇപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അതേപോലെ ഇതുപോലെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യും. പിന്നെ വരുന്നത് ഷിറ്റ്സുക്കെ, സെൽഫ് ഡിസിപ്ലിൻ ആണ്. എംപ്ലോയീസ് നീഡ് ടു റെസ്പെക്ട് ഓർഗനൈസേഷൻ പോളിസീസ് ആൻഡ് അഡ്ഹിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സെൽഫ് ഡിസിപ്ലിൻ ഈസ് എസെൻഷ്യൽ. അതായത് എംപ്ലോയീസ് ഒക്കെ എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ്റെ പോളിസീസ് റെസ്പെക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അഡ്ഹിയർ ചെയ്യുക, അതനുസരിക്കുക എന്നുള്ളതാണ് സെൽഫ് ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആ 5S എന്ന് പറയുന്നത് ജാപ്പനീസ് ടെക്നിക്സ്. ഇത് നമ്മൾ മറ്റുള്ള കൺട്രികളൊക്കെ അവരുടേതായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ.